ഞങ്ങളങ്ങനെ 3 മണിയോട് കൂടിയിട്ട് അവിടുന്ന് തിരികെ ആനക്കട്ട് വഴി കോയമ്പത്തൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. കോട്ടത്തറ കഴിഞ്ഞ ശേഷമാണ് ഒരു ഹോട്ടല് കണ്ടത്. നല്ലൊരു ഹോട്ടല് കണ്ടത്. അറബിക് ദർബാർ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ. അതിനകത്ത് പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. മന്തിയും ബിരിയാണിയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റിനകം അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് യാത്ര തുടർന്ന് കുറച്ചു ദൂരം പോയപ്പോൾ നഴ്സറികൾ കണ്ടു. കൂട്ടത്തിലൊരുത്തിന് ഈ ചെടിയുടെ ഭ്രാന്തണ്ടേ. അപ്പൊ അതിനകത്ത് കയറി കുറച്ച് ചെടികളെല്ലാം പർച്ചേസ് ചെയ്ത് കാറിനകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും യാത്രകൾ തുടർന്നു. അട്ടപ്പാടിന്ന് അങ്ങനെ വരുമ്പോ ആനക്കട്ടി വരെയും നമ്മുടെ കേരള റോഡാണ്. അതിന്റെ ഇരുവശങ്ങളും നല്ല മലനിരകൾ അങ്ങ് അകലെ കാണാൻ സാധിക്കും. ആ മലയടിവാരത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആനക്കട്ടി എത്തുന്നതിന് മുമ്പ് ഇടതുവശത്തായിട്ട് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടി സൈഡാക്കി അകത്തേക്ക് കയറി. അകത്ത് കയറി നോക്കിയെത്തുന്ന സമയത്തെ അവിടെയുള്ള കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഫ്രൂട്ട്സുകൾ, പച്ചക്കറികളെല്ലാം അവിടെ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ്. നമ്മളിപ്പോ ഈ ഗ്ലാസ് കൂടിനകത്ത് കണ്ടില്ലേ പച്ചക്കറികളും ഫ്രൂട്ട്സും, അതെല്ലാം AC-യിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കേരള തമിഴ്നാട് ബോർഡറാണ് ട്ടോ. ഈ ബോർഡർ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവനെയും കൊണ്ട് സംസാരിച്ച് കുറച്ചു നേരം കിടന്ന ഉടനെ ഒരു പാലം എത്തി. ആ പാലമാണ് ശരിക്കും പറഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡർ. റോഡുകൾ തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. അത് നല്ല റബ്ബറൈസ്ഡ് റോഡാണ്. നേരെ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പാച്ച് ഇല്ലാത്ത, കുഴികളില്ലാത്ത ഒരു റോഡ് പോലും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് അങ്ങോട്ട് ശരിക്കും നമ്മൾ ആഗ്രഹിക്കില്ലേ ഈ റോഡിലൂടെ ഒരിക്കൽ പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ആ റോഡിലൂടെ സഞ്ചരിച്ചപ്പോ എനിക്ക് ലഭിച്ചത്. അണക്കെട്ട് കഴിഞ്ഞ് കുറേ ദൂരം കാട്ടിലൂടെയാണ് പിന്നെ യാത്ര. ഒരു 10, 15, 20 കിലോമീറ്ററോളം കാട്ടിലൂടെ. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായിട്ടാണ് ആ റോഡിന്റെയും അത് റോഡിന്റെ ഇരുവശത്തുള്ള കാടുകളിലൂടെയുള്ള യാത്ര എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ അമ്പലങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതും കഴിഞ്ഞ് കുറച്ചു ദൂരം ചെല്ലുന്ന സമയത്ത് നമ്മുടെ എതിർവശത്തൊരു വലിയൊരു മല കാണും. ആ മലയുടെ അപ്പുറത്തെ വശത്താണ് ഈശ യോഗ സെന്റർ പ്രവർത്തിക്കുന്നത്. ഏകദേശം മലയിറങ്ങി താഴേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡും വലത്തെ സൈഡും എല്ലാം ഒരു ചെങ്കല്ല് ചൂള പ്രവർത്തിക്കുന്ന നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചെങ്കൽ ചൂളകളാണെന്ന് മുഴുവൻ. അപ്പോഴേക്കും നമ്മൾ ഉക്കടം എത്തി. ഉക്കടത്തിന്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. അതിനുശേഷം നമ്മുടെ വാളയാറിലേക്കുള്ള റോഡിലേക്ക് കയറി NH 544 കയറിയിട്ട് നമ്മളിങ്ങനെ യാത്ര തുടർന്നു. ഏകദേശം കേരളം എത്തുന്നതിന്റെ കാലാവസ്ഥ വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായി. നമ്മൾ യാത്ര തുടർന്ന് ഏകദേശം 6-6:30 ആവുന്ന സമയത്ത് തന്നെ നമ്മൾ കഞ്ചിക്കോട് എത്തി. ഈ മഴക്കാറുകളെല്ലാം മഴയായി പെയ്യാൻ തുടങ്ങി. ചന്ദ്രനേരം ഞങ്ങൾ ഏകദേശം 6:45 ചന്ദ്രനേരം എത്തുമ്പോൾ. പിന്നീട് ഞങ്ങൾ വീടെത്തി. രാത്രി 7-7:15 കൂടി വീടെത്തി. നമ്മുടെ നാടെത്തി. ഇപ്പം മഴയെത്തി.